മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഇന്ന് ഇടവക ദേവാലയത്തിൽ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണ ദിനമായിരുന്നു. ഈശോയെ ഒത്തിരിയേറെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്ന ആ നിമിഷം ഓരോ ആത്മാവിൻ്റെയും ഉള്ളിലേക്ക് സ്വർഗീയ അപ്പം ഇറങ്ങി വരുന്ന അതിധന്യമായ നിമിഷം. ഒരുങ്ങി പ്രാർത്ഥനയോടെ കൈക്കുമ്പിളിനിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് സ്വർഗീയ അപ്പം കടന്നു വരുമ്പോൾ, ജീവൻ്റെ അപ്പം കടന്നു വരുമ്പോൾ ആ നിമിഷം എത്രമാത്രം ധന്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ച ആ നിമിഷം ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. സ്വർഗീയ അപ്പം സ്വീകരിച്ച് ദൈവിക സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു അസുലഭ നിമിഷം, നമ്മളിലുള്ള പാവങ്ങളും ബലഹീനതകളും ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വന്തമാക്കുന്ന ആ നിമിഷം, ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, ഓർമ്മിച്ചെടുക്കേണ്ട നല്ല നിമിഷങ്ങളാണ്. ഈശോയെ പിൻചെല്ലുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അപ്പമായി കടന്നു വരുന്ന അവനെ സ്വീകരിച്ച് അവൻ്റെ വചനങ്ങൾ പാലിച്ച് നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നും ഓർമ്മിക്കേണ്ടത്, എൻ്റെ ഈശോയെ, നീ എൻ്റെ നാവിലേക്ക് കടന്നു വന്ന ആ ഒരു സുദിനം. ആ ഒരു സ്നേഹത്തിലാണോ ഞാൻ ഇന്നും ഈശോയോടൊപ്പമായിരിക്കുക? അതോ ജീവിത വഴികളിലെ അഴുക്കുചാലുകളിൽ എൻ്റെ തന്നെ നൈർമല്യമുള്ള, വിശുദ്ധിയുള്ള സ്നേഹത്തിൻ്റെ പുറംകുപ്പായം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവൻ്റെ തിരുരക്തത്തിൽ നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ച് പുതിയ ഒരു സൃഷ്ടിയായി തീർന്നുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാൻ